മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിന്റെയും സീ പാത്ത് വേയുടെയും ശിലാഫലകം മാറ്റി പകരം അതേ പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് പുതിയ ശിലാഫലകം സ്ഥാപിച്ചത് അല്പത്തരമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ശിലാഫലകം പാർക്കിന് മുൻവശം സ്ഥാപിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2015 മെയ് 15 നടന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ശിലാഫലകം അടർത്തിയെടുത്ത് മാറ്റി അതേ സ്ഥലത്ത് പുതിയ ശിലാഫലകം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂലെടുത്ത് വെച്ചതാണ് കണ്ടത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തതിന്റെ ശിലാഫലകം കോൺഗ്രസ് പ്രവർത്തകർ പാർക്കിന്റെ കവാടത്തിൽ വെച്ചിട്ടുണ്ടെന്നും ഇത് തകർക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്താൽ ഇവിടെ പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് വിവരദോഷിയായ ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കണം. മുഹമ്മദ് റിയാസ് പുതുതായി എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിലാഫലകം സ്ഥാപിക്കാൻ വേറെയും സ്ഥലമുണ്ടായിരുന്നിരിക്കെ ഉമ്മൻചാണ്ടിയുടെ പേരെഴുതിയ ശിലാഫലകം അടർത്തി മാറ്റിയത് ബോധപൂർവമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും AP അനിൽകുമാർ ടൂറിസം മന്ത്രിയുമായിരിക്കെ നിരവധി വികസന പദ്ധതികൾ ടൂറിസം മേഖലയിൽ കണ്ണൂരിൽ നടന്നിരുന്നു. അതിനെയൊക്കെ തമസ്കരിച്ച് റിയാസാണ് ഇവിടെ ടൂറിസം വികസനം ഉണ്ടാക്കിയതെന്ന് വരുത്താനുള്ള പ്രഹസനമാണ് ഈ നടപടിയെന്നും അദ്ദേഹം ആരോപിച്ചു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാറായിരുന്നു. ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആ ഫലകം, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം, ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ ഫലകം എടുത്തു മാറ്റി റിയാസിൻ്റെ ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഫലകം മാറ്റാതെ തന്നെ ഇവിടെ ഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ അത് മനഃപൂർവ്വമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകം എടുത്തു മാറ്റിയിരിക്കുന്നത്. ടൂറിസം രംഗത്ത് എന്താണ് കണ്ണൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തീർത്തും പ്രതിഷേധകരമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതിന് തുല്യമാണിതെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. നേതാക്കളായ K പ്രമോദ്, റിജിൽ മാക്കുറ്റി, ബൈജു വർഗീസ്, T ജയകൃഷ്ണൻ, P മുഹമ്മദ് ഷമ്മാസ്, കായക്കുൽ രാഹുൽ, MK വരുൺ, ഫർഹാൻ മുണ്ടേരി, ഷിബിൽ KK, PA ഹരി, റിജിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ 33ാം വർഷത്തിലേക്ക് UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി.